വി.ഡി. സതീശൻ സർക്കാർ എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല ഭരണം. തുടക്കം തന്നെ നല്ലതാണ്. ഇതേ രീതി മുന്നോട്ട് പോയാൽ ഏറ്റവും നല്ല കാര്യം. ഈ ഒരു മാസമായിട്ട് പുതിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. വലിയ ഒരു മാറ്റം വന്നു. അതൊക്കെ പെണ്ണുങ്ങളോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ. അഭിപ്രായം പറയാലോ. നമുക്ക് കിട്ടിയാല നമുക്കില്ലല്ലോ. 10 വർഷം ഭരിക്കണമെന്ന് നമ്മുടെ ആഗ്രഹം. അടിപൊളി അഭിപ്രായമാണ് എല്ലാ മനുഷ്യന്റെയും. വാഗ്ദാനങ്ങളൊക്കെ പാലിക്കുന്നുണ്ട്. പാലിക്കുന്നില്ലേ? നമസ്കാരം. വി.ഡി. സതീശൻ സർക്കാർ അധികാരമേറ്റ് ഒരു മാസം തികയുകയാണ്. ഒട്ടേറെ വാഗ്ദാനങ്ങളുമായാണ് യു.ഡി.എഫ് സർക്കാർ അധികാരത്തിലെത്തിയത്. ഈ ഒരു മാസ കാലയളവിനുള്ളിൽ എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് യു.ഡി.എഫ് സർക്കാർ നിറവേറ്റിയത്, ജനങ്ങൾക്ക് സർക്കാരിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. നമുക്ക് പൊതുജനങ്ങളോട് തന്നെ ചോദിക്കാം, വി.ഡി.എഫ് സർക്കാർ എത്രത്തോളം വിജയകരമായി എന്ന് അവരോട് തന്നെ ചോദിക്കാം. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായിട്ട് എങ്ങനെയുണ്ട്? വി.ഡി. സതീശൻ കുഴപ്പമില്ല. എന്താണ് അമ്മ ഈ വാർത്തകൾ കൂടി കാണുന്നുണ്ടല്ലോ, അപ്പൊ എന്താണ് അമ്മയ്ക്ക് എടുത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ? എനിക്കിപ്പം ഞാൻ വാർത്തകളൊന്നും കാണുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ TV ഇല്ല, പിന്നെ ഫോണിനകത്തുള്ള പിള്ളേർ ഫോണൊക്കെ കാണുന്നു. അതുകൊണ്ട് നമുക്ക് വാർത്ത പറ്റിയത് വി.ഡി. സതീശനെ പറ്റി പറയുമ്പം ഞാൻ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട കണ്ണിയ അംഗമാണ്. അതുകൊണ്ട് എനിക്കതിൽ അഭിപ്രായ വ്യത്യാസമൊന്നും എനിക്ക് പറയാനില്ല. 10 വർഷം ഭരിക്കണമെന്ന് നമ്മുടെ ആഗ്രഹം. അതിക്കാട്ട് പൂർണ്ണ നല്ല അടിപൊളി അഭിപ്രായമാണ് എല്ലാ മനുഷ്യൻ്റെയും. പിന്നെ സ്ത്രീകളുടെ കൂട്ടത്തിൽ കുഞ്ഞുങ്ങൾക്കൂടെ ആമക്കൾക്കൂടെ അതിനൊരു അധികാരം കൊടുക്കണമെന്നുള്ള കൺസെപ്റ്റ് ഉണ്ടാകണം. 15 വയസ്സ് വരെ KSRTC ഉണ്ടാകണം. തീർച്ചയായിട്ടും പ്രൈവറ്റിൽ ഉണ്ടാകുമ്പോൾ അവർക്ക് നിർവാഹമില്ല. ഞാൻ പ്രൈവറ്റ് വണ്ടിയെ കയറി അത് നിർവാഹമില്ല, അത് നോക്കണ്ട. നമ്മൾ അതുകൂടെ കൊടുക്കണം എന്നുള്ള ഒരു താല്പര്യമുണ്ട്. നല്ല കാര്യമാണ് ചെയ്തേക്കുന്നത് എല്ലാ പ്രവർത്തനങ്ങളും. ഈ കഴിഞ്ഞ പിണറായി സർക്കാർ 10 കൊല്ലം വെച്ചുകൊണ്ട് ഇത്രയും മറ്റ് കഞ്ചാവ് മാഫിയ മറ്റ് ഏതെങ്കിലും പിടിക്കാൻ പറ്റുമോ? ഇതൊക്കെ ഇത്രയും ചെയ്തില്ലേ? ഏറ്റവും നല്ല കാര്യങ്ങൾ. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുള്ളിക്ക് ഇനിയും 10 കൊല്ലം ഭരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു. എങ്ങനെയുണ്ട് വി.ഡി. സതീശൻ? കുഴപ്പമില്ല, നല്ല ഭരണമാണെന്ന് തോന്നുന്നു. രമേശ് ചെന്നിത്തല ആഭ്യന്തരല്ലേ, പുള്ളി കുഴപ്പമില്ലാത്ത രീതിയിൽ. ഈ ലഹരികൾക്കെതിരെയൊക്കെ പുള്ളി പ്രത്യേക നിയമങ്ങളെ കൊടുക്കുന്നുണ്ട്. അത് നല്ല കാര്യം. അയ്യോ, അത് വേണം. അതാണ് ഇന്നത്തെ തലമുറയെ ഏറ്റവും കൂടുതൽ ഇല്ലാതാക്കുന്ന ലഹരിയല്ലേ. അപ്പൊ അത് ഇല്ലാതാക്കിയാലല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കല്ലേ ഏറ്റവും കൂടുതലേ നല്ല ഇതായിട്ട് വരണമെങ്കിൽ. അതിനു വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ലഹരി നിർത്തുന്ന അതിനെ. വി.ഡി. സതീശൻ സർക്കാർ എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല ഭരണം. തുടക്കം തന്നെ നല്ലതാണ്. ഇതേ രീതി മുന്നോട്ട് പോയാൽ ഏറ്റവും നല്ല കാര്യം. പിന്നെ ഇപ്പോഴത്തെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള കടപ്പാട് പഴയ സർക്കാരിൻ്റെ ഇത് കടം മറ്റു കാര്യങ്ങളും ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാവും. ഈ ഒരു മാസമായിട്ട് പുതിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. വലിയ ഒരു മാറ്റം വന്നിട്ടില്ല. പിന്നെ അടുത്ത ദിവസം മുതൽ ഇപ്പോൾ കറണ്ട് കിട്ടും വരിക. ഈ മഴക്കാലത്ത് നാളെ മുതൽ കറണ്ട് കിട്ടും. അപ്പൊ അവര് ഈ വനിതകൾക്ക് സൗജന്യ യാത്രയൊക്കെ ആക്കിയിട്ടുണ്ട് KSRTC. അതെ, അതൊക്കെ പെണ്ണുങ്ങളോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ. അഭിപ്രായം പറയാലോ. നമുക്ക് കിട്ടിയാല നമുക്കില്ലല്ലോ. എന്നാന്നറിയോ, ഈ ഗവൺമെന്റ് പെണ്ണുങ്ങൾക്ക് പൈസ വേണ്ടെന്ന് വെച്ചിരിക്കുന്നത് ഏറ്റവും മോശമാണ്. കാരണം 10 പെണ്ണുങ്ങൾ ഇറക്കി ഒരാണായിരിക്കും കയറുന്നത്. അപ്പൊ അങ്ങനെ ഈ ലോകം മുഴുവൻ പെണ്ണുങ്ങളെല്ലാം കയറുമ്പോൾ ആ സർക്കാരിനെ എവിടെ കൊണ്ട് ഒപ്പിക്കും? അതെനിക്ക് പറയാനുണ്ട്. എനിക്ക് അങ്ങനെ കയറണം നിർബന്ധമില്ല. ഈ ഞാൻ കഷ്ടപ്പെടുന്ന പോലെയാണ് ഓരോ മനുഷ്യനും കഷ്ടപ്പെടുന്നത്. അവരും ചിലപ്പോൾ ജോലിക്കാരും കഷ്ടപ്പെട്ടായിരിക്കും വണ്ടിയൊക്കെ കയറുന്നത്. അപ്പൊ അത് മാത്രം സർക്കാർ കൺസിസ്റ്റ് മോശമായിട്ട്, അല്ലെ വേറെ ഒന്നും പറയാം. ബാക്കിയെല്ലാം പുള്ളി നല്ലതായിരിക്കും ചെയ്യുന്നത്. അതിനെ നിയന്ത്രിക്കുന്നത് എനിക്കിഷ്ടമാണ്. കാരണം ഈ പെണ്ണുങ്ങളെല്ലാം ഗവൺമെന്റ് ജോലി ഉള്ളവരും ഇല്ലാത്തവരും എല്ലാം ഈ വണ്ടിയായിട്ട് കയറുക. അപ്പൊ ഈ സർക്കാർ എവിടെ അവസാനം എവിടെ കൊണ്ട് ഒപ്പിക്കും? എവിടെ കൊണ്ട് അവർ നിലനിർത്തും? ഈ മേടിച്ച മന്ത്രിക്ക് ഉള്ള കാലം മുഴുവൻ മന്ത്രി കൈന്നെടുത്ത് കൊടുക്കാൻ പറ്റുമോ? പറ്റിയല്ലോ. അപ്പോൾ അതിനകത്ത് 13 രൂപയുടെ അടുത്ത് 10 രൂപ ആക്കണം. അപ്പോൾ അങ്ങനെ സാധനം വിട്ടുകൊടുത്തോളും. അങ്ങനെ കൂടുതൽ യാത്ര ചെയ്യുന്നത് 10-50 രൂപ വരുന്നുണ്ടെങ്കിൽ അവർക്ക് 10 അളവ് ചെയ്താൽ 40 രൂപ മേടിക്കണം. അങ്ങനെയൊക്കെ ചെയ്യണം. അതിനൊരു തീരുമാനം ഉണ്ടാക്കാം. അതെനിക്ക് പറയാനുണ്ട്. അല്ലെ വേറൊന്നും പറയാനില്ല. നമുക്ക് മാർക്ക് കൊടുക്കാറായില്ലല്ലോ. മാർക്ക് കൊടുക്കാറായില്ല. കൊടുക്കേണ്ടി വരും. പാലിക്കുന്നില്ലേ? മാർക്ക് കൊടുക്കാനാണെങ്കിൽ ഒരു 6 മാസം പോട്ടെ. സമയം സാവകാശം വേണ്ടേ? ഇന്നലെ വന്ന് വേറെ ആൾക്ക് പുതിയതായിട്ട് ചെയ്യണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ കിടക്കണം. മന്ത്രിമാർ നമ്മുടെ രമേശ് ചെന്നിത്തല ആഭ്യന്തരമാണ്. കുഴപ്പമില്ല. കണ്ടില്ലേ പെരുമ്പാവൂരൊക്കെ മറ്റേ ഇതര സംസ്ഥാനക്കാരെ മുഴുവൻ പിടിക്കുന്നുണ്ടല്ലേ?
അതൊക്കെ നല്ല കാര്യങ്ങളല്ലേ